വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടംപുളി ചേർത്ത് നാടൻ രീതിയിലുള്ള ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചെമ്മീൻ കറിക്ക് മെയിനായിട്ടും വേണ്ടത് ചെമ്മീനാണല്ലോ. അപ്പം എന്താ ഇവിടെ ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്തേക്കുന്നത്. അതായത് ക്ലീൻ എല്ലാം ചെയ്തതിന് ശേഷമുള്ള അളവാണ് ഈ 1 കിലോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടതാണ് കുടംപുളി. അപ്പം ഞാനൊരു 5 മീഡിയം സൈസിലുള്ള കുടംപുളി നല്ലപോലെ കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് പുളി ഇറങ്ങാൻ വേണ്ടി നമ്മൾ കുടംപുളി വെച്ചിരിക്കുവാണ്. ഇപ്പോൾ എപ്പോഴും നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം പുളി ഇതുപോലെ വെള്ളത്തിൽ ഇടാൻ. ചെമ്മീൻ കറിക്ക് വേണ്ടി ചട്ടി ചൂടാകാൻ വേണ്ടി സ്റ്റൗ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കടുവും ഉലുവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ചുവന്നുള്ളി ചതച്ചത്, 8 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഉള്ളിയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച മണമൊന്ന് മാറി വരുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയും ചുവന്നുള്ളിയൊന്നും ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചിപ്പൊക്കെ ഒന്ന് മാറി വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. മഞ്ഞളിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ വരണ്ടേ, നല്ല കളറും. അപ്പോൾ ഇനി ഇതാ നമ്മുടെ പുളിവെള്ളം കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഈ മിക്സിനെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും കിട്ടുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ പൊടികളൊന്നും കരിഞ്ഞും പോകത്തില്ല. കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. പുളിയിട്ട വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ചെമ്മീൻ ഇടുന്നതിന് മുമ്പ് ഈ ഒരു ഗ്രേവിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും. നല്ല പോലെ ഈ പൊടികളെല്ലാം മൂത്ത് വരണം. മീൻകറി ആണെങ്കിലും ചെമ്മീൻ കറി ആണെങ്കിലും ഒക്കെ വളരെ എളുപ്പമാണ്. ഈ ഒരു ടൈം, അതായത് നമ്മുടെ ഈ പൊടികൾ വഴറ്റുന്ന ഈ ഒരു ടൈമാണ് കറി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുക്കുന്നത്. കാരണം ഇത് നല്ലപോലെ വഴണ്ട് വരണം.
എന്നാൽ കരിഞ്ഞു പോകരുത്, അടി പിടിക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഇതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കാൻ. ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളി പിന്നീടിടാം. പുളിക്കുള്ളിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മൊത്തം ഈ ബൗളിന് 1.5 ബൗള് പുളിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഗ്രേവി നല്ലപോലെ തിളച്ചു വരട്ടെ. ഞാൻ മറന്നുപോയി, ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്, അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇച്ചിരിയും കൂടെ നീട്ടി ഗ്രേവി ഉണ്ടാക്കിയാൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുകയാണ്. ഇനി ഒന്ന് തിളച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ചു വെക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതായത് ലേശം പഞ്ചസാര. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. കറിക്ക് നല്ലൊരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവസാനം ലേശം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയ കുടംപുളിയിട്ട ചെമ്മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.